ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ഒരു സ്റ്റഡി വ്ലോഗാണ്. സ്റ്റഡി വ്ലോഗ് എപ്പിസോഡ് നമ്പർ 1. നമുക്ക് ഒരു ദിവസം ഒരുപാട് പഠിക്കാനുണ്ടാവും. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ടൈം ടേബിളൊക്കെ ഇട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ എപ്പോഴും രാവിലെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങാൻ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്നതിന് ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക അന്നത്തെ ടൈം ടേബിളാണ്. സാധാരണയായിട്ട് ഒരു ടോപ്പിക്ക്, പിന്നെ PSC ബുള്ളറ്റിൻ, അതുപോലെ തന്നെ PSC ബുള്ളറ്റിനിൽ മറ്റേ വജ്രജൂബിലി പതിപ്പില്ലേ അത്, അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ്, ഒരു മോക്ക് ടെസ്റ്റ്. ഇത് ഞാൻ എന്തായാലും എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ബയോളജിയിലെ നമ്മുടെ ലങ്സ്, ഹേർട്ട് തുടങ്ങിയ രക്തപരിയാന വ്യവസ്ഥയും രക്തത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. SCERTയിലെ ഒരു 2 ചാപ്റ്ററെങ്കിലും ഒരു ദിവസം പഠിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഒരു മെയിൻ എയിമായിട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് മോക്ക് ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാറ്, ഇപ്പം നമുക്ക് ഒരുപാട് AI ടൂളുകളൊക്കെ ഉണ്ടല്ലോ, ജെമിനിയിലോ അല്ലെങ്കിൽ ChatGPTയിലോ ക്വസ്റ്റ്യൻസിനുള്ള പ്രോംപ്റ്റ് കൊടുക്കും. അങ്ങനെ അവർ ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യും. ആൻസർ ചെയ്തതിന് ശേഷം ഓരോ 25 ആൻസർ ചെയ്തതിന് ശേഷം ഞാൻ അത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് തെറ്റായിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വയ്ക്കുകയും അത് പിന്നീട് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുകയും ചെയ്യും. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് ഒരുപാട് PSC ബുള്ളറ്റിൻ നമുക്ക് മാസം 2 വെച്ച് വരുന്നുണ്ടല്ലോ. അത് പഴയതോ പുതിയതോ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിലുള്ള GK പാർട്സ് നല്ല രീതിയിൽ വായിച്ചു പോകുക എന്നുള്ളതാണ്. അത് 1-2 പ്രാവശ്യം വായിക്കും. 1-2 പ്രാവശ്യം അത് നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയതുപോലെ വീണ്ടും വീണ്ടും വായിക്കുകയും പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തു നോക്കുകയും ചെയ്യാറുണ്ട്. കാരണം PSC ബുള്ളറ്റിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പരീക്ഷകൾക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ PSC ബുള്ളറ്റിൻ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വായിക്കാറുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ വായിക്കുന്നിടത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഇതേ സെയിം പത്രം തന്നെ ഒന്നുകൂടെ എടുത്ത് വായിച്ച് നോക്കുകയൊക്കെ ചെയ്തിട്ടാണ് അതിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലുറപ്പിക്കുന്നത്. കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വീണ്ടും വീണ്ടും വായിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഒറ്റ സമയം ഇരുന്നുകൊണ്ട് നമ്മൾ കുറേ സമയം അത് തന്നെ ഒന്ന് തന്നെ വായിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് മടുപ്പാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ദിവസം 1-2 പ്രാവശ്യം മാത്രമാണ് വായിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്തിടുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ വീണ്ടും ഒന്നതെടുത്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. നമ്മൾ ഒരെണ്ണം വായിച്ച് പഠിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത്. പക്ഷേ ഇത് നമ്മുടെ ഓർമ്മയിലേക്ക് വെക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബോറടിയും കുറയും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. എനിക്കിപ്പോൾ വീട്ടിൽ ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം മാത്രമേ പഠിക്കാൻ കിട്ടാറുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. മുൻപൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ഓരോന്നും പഠിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സമയം കിട്ടുന്ന സമയത്ത് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പം ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റ് സമയത്ത് ഇത്ര ഒരു ദിവസം 5 മണിക്കൂർ 6 മണിക്കൂറൊന്നും ഇരുന്ന് പഠിക്കാൻ പറ്റാറില്ല. അതുപോലെ തന്നെ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടാറില്ല. പഠിച്ച് തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ബേബി എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ബേബി ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും എനിക്ക് അതൊരു കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ നമുക്ക് ജസ്റ്റ് വായിച്ച് പോകാനുള്ള രീതിയിലേക്ക്, അതായത് നമ്മൾ കാണാപ്പാഠം പഠിക്കാനാണെങ്കിൽ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ മണിക്കൂറുകളോളം ഇരുന്നത് പഠിക്കേണ്ടി വരും. പക്ഷേ നമ്മളിങ്ങനെ വായിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യം വായിച്ച് വിടാൻ നല്ല കേട്ടോ പറയുന്നത്. നമ്മളിങ്ങനെ 1-2 പ്രാവശ്യം ഒരു ദിവസവും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരിക്കലോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരിക്കലോ ഒക്കെ ഇങ്ങനെ സെയിം വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്കത് മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന ടൈം നമുക്ക് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ പറ്റണമല്ലോ. അപ്പം PSC ബുള്ളറ്റിൽ 1-2 പേജുകൾ മാത്രമേ എനിക്കൊരു ദിവസം വായിക്കാൻ പറ്റാറുള്ളൂ. ബിക്കോസ് ബേബി ഉള്ളതുകൊണ്ട് പലപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ പറ്റില്ല. ഇതിനിടയിൽ തന്നെ ഞാൻ വായിക്കുന്ന ഇടയിൽ 1-2 പ്രാവശ്യം എഴുന്നേറ്റ് പോയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കണക്ഷൻ പലപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് അതിലുള്ള കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും പഠിക്കാനില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ, ചില ജോലിക്ക് പോകുന്നവരുണ്ടാവും. ഞാനും കുറച്ച് കാലം മുമ്പ് ഒരു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബേബി ഉള്ളതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള ആളുകൾക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. രാവിലെ എനിക്കൊരു 2-2.5-3 മണിക്കൂർ അടുപ്പിച്ച് സമയം കിട്ടാറുണ്ട്. കാരണം കുറച്ച് നേരം ബേബി അമ്മയുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് ഒരു 2-2.5 മണിക്കൂർ പഠിക്കാൻ കിട്ടും. ചിലപ്പോൾ 3 മണിക്കൂർ വരെയൊക്കെ കിട്ടും. അതിനുശേഷം ചിലപ്പം
കുറച്ച് നേരം ഉറങ്ങുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് എല്ലാം കൂടിയിട്ടൊരു 3 മണിക്കൂർ മാക്സിമം എനിക്ക് പഠിക്കാൻ കിട്ടാറുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ മാക്സിമം ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റ് രാവിലെ തന്നെ ആദ്യം എഴുന്നേറ്റ ഉടനെ തന്നെ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന ഉടനെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് കുറച്ച് അധികം വായിക്കാനുണ്ടാകുന്നത് PSC ബുള്ളറ്റിനും അതുപോലെ തന്നെ PSC ബുള്ളറ്റിൻ്റെ വിശേഷാൽ പതിപ്പുകളുണ്ടല്ലോ, അതും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലേതെങ്കിലും ഒന്ന് വായിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറയുന്ന ആ ഒരു ഭാഗം PSC ബുള്ളറ്റിനിലാണ്. അതിങ്ങനെ വായിച്ച് പോവുകയാണ്. ഞാനത് ഒരു 1 അവറോളം അത് വായിച്ചപ്പോൾ അത് ഏകദേശം 2-3 പേജോളം അത് കവർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ PSC ബുള്ളറ്റിൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, PSC ബുള്ളറ്റിൻ വന്നതിന് ശേഷം ഉടനെ തന്നെ അതിൽ കുറേ പരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പേജുകളുണ്ടാവുമല്ലോ, അതെല്ലാം മുറിച്ച് നീക്കിയിട്ട് നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള സാധനം മാത്രം വെച്ചിട്ട് സാപ്പിൾ ചെയ്തിട്ട് അത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ചെയ്ത മോക്ക് ടെസ്റ്റിലെ കുറേ തെറ്റുകളുണ്ടാവുമല്ലോ, ആ തെറ്റ് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭാഗങ്ങളൊന്ന് നോട്ട് എഴുതി വെച്ചിട്ട് അതൊന്നുകൂടി പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നൊരു സംഭവമാണ് ഈ ലങ്സിൻ്റെ വോളിയം കപ്പാസിറ്റി ഉണ്ടല്ലോ, വൈറ്റൽ കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിജ്വൽ വോളിയം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ടൈഡൽ വോളിയം, അങ്ങനത്തെ അതെനിക്ക് എപ്പോഴും മാറിപ്പോകും. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീണ്ടും എഴുതി പഠിക്കാറുണ്ട്. ഇത് തന്നെ എൻ്റെ ഒരു 5-6 നോട്ടുകളിൽ ഞാൻ ഇതുപോലെ എഴുതി പഠിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അതിന് ശേഷം 1-2 അതുമാത്രമുള്ള MCQകൾ ഉണ്ടോ എന്ന് നോക്കും. അതില്ലെങ്കിൽ വീണ്ടും ChatGPT അല്ലെങ്കിൽ ജെമിനിയോടൊക്കെ പ്രോംപ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യും. അതിൽ തെറ്റ് വരുന്നത് എന്താണോ അത് വീണ്ടും ഒന്നുകൂടെ പഠിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പോകുന്നു. അവിടെ നമുക്ക് കാണാൻ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് എഴുതുക. അതിപ്പം അതിൻ്റെ ടോപ്പിക്കിൻ്റെ പേര് ഒരു മെഷീനിലാണ് എഴുതിയത്. അതിനുശേഷം അതിൽ ഓരോ കാര്യങ്ങളെ പറ്റി സബ് ഹെഡിങ്ങുകളെല്ലാം വേറെ ഓരോ മെഷീനിൽ എഴുതി. അതിനുശേഷം അതിൻ്റെ എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബ്ലാക്കിൽ എഴുതി. അതിനുശേഷം പിന്നെ അതിൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഓരോന്നും എത്ര വോളിയം ഉണ്ടെന്നുള്ളത്. അപ്പോഴേക്കും അമ്മ ചായ കൊണ്ടുവന്നു. അപ്പം ഇടയ്ക്ക് ചായ കുടിച്ചുകൊണ്ട് സിപ്പെടുത്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നീട് 2 ദിവസം കഴിയുമ്പം ഈ ഒരു നോട്ടൊന്നും കൂടി എടുത്ത് നോക്കും. എനിക്ക് എത്ര എടുത്ത് നോക്കിയാലും ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് ഇങ്ങനെയുള്ളതിലുണ്ടാവുക, ഈ ഒരു നോട്ടിലുണ്ടാവുക. അപ്പോൾ അത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി പരീക്ഷ എഴുതി നോക്കും. അപ്പം വീണ്ടും തെറ്റുണ്ടെങ്കിൽ വീണ്ടും അത് മാത്രം ഒരു എംപോസിഷൻ പോലെ തന്നെയാണ്. ഞാൻ സ്വന്തമായിട്ട് എനിക്ക് എംപോസിഷൻ തരുന്ന പോലെയാണ്. കാരണം എനിക്കത് എത്ര നോക്കിയാലും മനസ്സിലാവില്ല, അതെല്ലാം എനിക്ക് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മാറിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എഴുതിയെടുക്കും. അത് ഇംഗ്ലീഷിലുള്ള പരീക്ഷ എന്ന് വെച്ചാൽ ഞാനൊരു ടെക്നിക്കൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിലുള്ളത് അതുതന്നെ ഞാൻ സെയിം സമയത്ത് തന്നെ മലയാളവും നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതി പോകും. അതിനുശേഷം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പഠിക്കാൻ നോക്കും. അത്രയുമാണ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ആ ഒരു കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തതായിട്ട് ഇന്നലെ ഞാൻ പഠിച്ചത് ഈ നമ്മുടെ PSC ബുള്ളറ്റിൻ്റെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു ബുക്കാണ്. അത് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 150ഓളം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിക്കും. അങ്ങനെ വായിക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ മുമ്പ് വായിച്ച കാര്യങ്ങളുണ്ട്, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുകയാണ്. അതിനുശേഷം അങ്ങനെ അത് വായിച്ച് പോകുന്നതിനിടയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കൂടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏതാണോ ഡൗട്ടിൽ അതിൽ ഏതെങ്കിലും റാങ്ക് ഫയലുകളോ അല്ലെങ്കിൽ ഈവൻ ChatGPTയോടോ അല്ലെങ്കിൽ ജെമിനിയോടൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ മാറ്റി അവിടെ തന്നെ അടുത്ത് എഴുതി വെക്കും. അപ്പം അടുത്ത നെക്സ്റ്റ് ടൈം വായിക്കുമ്പം നമുക്കത് ഓർമ്മയുണ്ടാവും. അതായത് ഞാൻ എപ്പോഴും ഇങ്ങനെ വായിച്ച് പോകുന്നതിനേക്കാൾ കൂടുതൽ അതൊന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് മറന്നു പോകുന്ന ആളാണ്, പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഓർമ്മയുണ്ടാവും, ചിലപ്പോൾ 2 ദിവസത്തേക്ക് ഓർമ്മയുണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മറക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു പോയി, ഇങ്ങനെ ഇതൊന്നും ആക്കില്ല, ജസ്റ്റ് പെട്ടെന്ന് വായിച്ചു. അതിനെനിക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ 5, 6, 7 പേജുകളൊക്കെ വായിച്ചു പോകാറുണ്ട്. കാരണം അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ പാഠം പഠിച്ചിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളത് നമ്മുടെ ഓർമ്മയിലൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം കൂടുമ്പം അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പം അത് കഴിഞ്ഞിട്ട് 1 മാസം കൂടുമ്പോൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വേഗം വളരെ പെട്ടെന്ന് അതേപോലെ സ്കിമ്മിങ് എന്നല്ലേ, അപ്പോൾ അങ്ങനെ നമ്മൾ സ്കിം ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. ഇങ്ങനെ ഞാനെന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ കാണാപ്പാടം ഒന്ന് തന്നെ വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ബോറടിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പുതിയ കാര്യങ്ങൾ വേണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് ഒരു പുതുമയുണ്ടാവും. അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുന്ന സമയത്ത് ഒരു പുതുമയുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ വായിച്ച് വരുന്ന സമയത്ത് ചിലപ്പം ഒരേ കാര്യങ്ങൾ തന്നെ ഒരു 1-2 ഇടങ്ങളിലുണ്ടെങ്കിൽ അത് വീണ്ടും അതിലേക്ക് പോയിട്ട് അതൊന്നും കൂടി നോക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രക്തപര്യന വ്യവസ്ഥ പഠിക്കാമെന്ന് വിചാരിച്ചു അതെടുത്തു. അത് ഏകദേശം ഒരു 5-6 പേജ് ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം അറിയുന്നൊരു ചാപ്റ്ററാണിത്.
ഈ ഒരു ക്ലാസ് ഞാൻ മുൻപ് ആദ്യം ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത്, അതായത് 2 വർഷം മുൻപ് ഞാൻ കുറച്ച് റിഗ്രസ് ആയിട്ട് PSCക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഡ്രോപ്പ് ആയി പോയതാണ്. ആ സമയത്ത് ഞാൻ നന്നായിട്ട് പഠിച്ചൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്വന്തമായിട്ടൊരു നോട്ടുണ്ട്. ആദ്യം അത് വായിച്ചു. അതിനുശേഷം പിന്നീട് ലക്ഷ്യയുടെ LDCയുടെ മെയിൻസ് ടെക്സ്റ്റിൻ്റെ റാങ്ക് ഫയൽ ഉണ്ടല്ലോ, അതിൻ്റെ വോളിയം 2 അത് ഒന്ന് ജസ്റ്റ് വായിച്ച് പോവാണ്. അപ്പോൾ അതിൽ അറിയാത്ത കാര്യങ്ങൾ കുറച്ചുണ്ടായിരുന്നു. അതായത് ഞാൻ ആ വീഡിയോയിൽ പഠിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് മറന്നുപോയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ മാത്രമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം അത്യാവശ്യം എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കുക, റിവിഷൻ പോലെയാണ്. പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എളുപ്പമുള്ള ഭാഗങ്ങളായിരുന്നു. ഒരു ദിവസം ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഞാൻ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.